നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. നമ്മളുടെ മക്കൾ ഏറ്റവും നല്ലവരായിരിക്കാൻ നാം ഏറെ താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. മക്കൾ നന്നാകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് മാതാപിതാക്കളാകുന്ന നാം ഓരോരുത്തരും നന്നാവുക എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതമാണ് നമ്മുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എങ്ങനെയാണോ അതിനെ ഒപ്പിയെടുക്കുകയാണ് നമ്മുടെ മക്കൾ ചെയ്യാറുള്ളത്. ഒറിജിനലിൽ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മക്കൾ നാം അറിയാതെ നമ്മുടെ ദുഷ്ട സ്വഭാവങ്ങൾ അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. നമ്മൾ നന്നാകുന്നതോടൊപ്പം മക്കൾക്ക് നന്നാകാനുള്ള സാഹചര്യങ്ങൾ കൂടി നാം ഒരുക്കേണ്ടതും സംവിധാനിക്കേണ്ടതുമുണ്ട്. നല്ല സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകിയാൽ തെറ്റിപ്പോകേണ്ട മക്കൾ പോലും നന്നാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മക്കൾ നന്നാകാൻ മുൻഗാമികളായ നമ്മളുടെ മഹത്തുക്കൾ ചെയ്തിരുന്ന കാര്യം, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഖുർആൻ ഹിഫ്ളാക്കുന്നതിലോ ഹദീസ് കേൾക്കുന്നതിലോ വ്യാപൃതരാക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും അവർ മുറുകെ പിടിക്കുന്നത്? ഖുർആൻ ഒരു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് എത്തിയാൽ ഖുർആൻ വെളിച്ചമാണല്ലോ. ആ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പാവക്കറകൾ കയറാൻ പ്രയാസമാണ്. വെളിച്ചമുള്ളിടത്ത് വീണ്ടും വീണ്ടും വെളിച്ചങ്ങൾ ഉണ്ടാവുകയും അത് ആ കുട്ടിയുടെ ജീവിതത്തിലെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും മനോഹരമാക്കുകയും ചെയ്യും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ശകലങ്ങൾ കേൾക്കുമ്പോൾ ആ കുട്ടിയിലേക്ക് നന്മകൾ വർദ്ധിക്കുകയും നന്മ ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ആത്യന്തികമായി ഈ ഹദീസ് മുഖേന, വിശുദ്ധ ഖുർആൻ മുഖേന ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കുന്നു. ഈമാൻ ഉറച്ച ഒരു വ്യക്തിക്ക് പിന്നീട് തെറ്റിലേക്ക് വഴുതി വീഴുക, നിരന്തരമായി തെറ്റിലായി മുഴുകി ജീവിക്കുക എന്നത് അതിവിദൂരമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം വളർത്തുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ നാം അവർക്ക് അനുകൂലമായ രീതിയിൽ ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ അവർക്ക് നാം വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി വളർത്തി ഉയർത്തി നൽകട്ടെ.